ഇസ്ലാം എത്രത്തോളം വിശാലമാണ്. ഇസ്ലാം എത്രത്തോളം വിശാലമാണ്. എന്നിട്ടാണ് നമ്മൾ ഈ കുടുസായ മനസ്സുമായി നടക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അതായത് നമ്മളിപ്പോ പറഞ്ഞത്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അയാളെ കണ്ടു, എന്നാൽ അയാൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു, എന്നാൽ നമ്മൾ അത് മറച്ചു വെക്കണം. നമ്മളത് മറച്ചു വെക്കണം. മറ്റൊരാളോട് പറയാൻ പാടില്ല. മറ്റൊരാളോട് പറയാൻ പാടില്ല. നമ്മൾ പറയണം. ആരോട്? ആ മനുഷ്യനോട് പറയണം, സഹോദരാ, നീ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അയാളോട് പറഞ്ഞാൽ അയാൾ പിന്നെ അത് അവസാനിപ്പിക്കും. അല്ലാതെ നമ്മൾ പറയാണ്, ഇന്ന ആളിന്റെ തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഇന്ന ആളിന്റെ തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, അങ്ങനെ നാട്ടിൽ മുഴുവൻ നമ്മൾ പറയാണ്. അതെങ്ങാനും ആ മനുഷ്യന്റെ ചെവിയിലെത്തിയാൽ ആ മനുഷ്യന് നമ്മോട് ശത്രുതയും ഉണ്ടാകുന്നു, അതോടൊപ്പം അയാൾക്ക് വാശി കൂടുകയും ചെയ്യും. പിന്നെ അയാൾ തെറ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യം ഇയാളോട് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അയാൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇത്ര ശരിയാണ്. ഒരു മനുഷ്യന്റെ ഔറത്ത്, ഒരു മനുഷ്യന്റെ ന്യൂനതകൾ, അവന്റെ കുറവുകൾ നമ്മൾ മറച്ചു വെച്ചാൽ ആ മനുഷ്യന്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, അത് സമൂഹത്തിനിടയിൽ പാട്ടാക്കാതെ നമ്മൾ മറച്ചു വെച്ചാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പറയില്ല. ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ ഭാര്യമാര്, മക്കളൊക്കെ ഉള്ള സമയത്ത് ആ സദസ്സിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും പരസ്യമാക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കും. തെറ്റ് ചെയ്യുന്നത് കണ്ടാലും അത് അയാളോട് പറയാം, അത് മറ്റുള്ളവരോട് പറയരുത്. ഇന്നാൾ ഇന്ന തെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ഇന്നാൾ ഇന്ന തെറ്റ് ചെയ്യുന്നത് കണ്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഗീബത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നിന്നെ അടിച്ചു, ഇനി ആ അടിച്ച വിവരം നീ വേറൊരാളോട് പോയി പറഞ്ഞാൽ ആ അടിച്ച ആൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് ഗീബത്താണ്. അത് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അത് ആ നാട്ടിലുള്ള ന്യായാധിപനോട് പറയാം, ആ വിധി നടപ്പാക്കാൻ, ഖിസാസ് എടുക്കാൻ വേണ്ടി മാത്രം പറയാം. അല്ലാതെ ഇന്നാൾ എന്നെ അടിച്ചു എന്ന് അടി കിട്ടിയിട്ട് ഒരാൾ നിന്നെ അടിച്ചു, അപ്പൊ ആ അടി കിട്ടിയ ആള് പോയിട്ട് പറയാണ്, ഇന്ന ഒരാൾ എന്നെ അടിച്ചിട്ടുണ്ട്, അത് ഗീബത്താണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. അടി കിട്ടി, ആ അടിച്ചതിന് അല്ലാഹു ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ദുനിയാവിൽ അയാൾ ഇവിടെ ഗവൺമെന്റ് അയാളെ ശിക്ഷിക്കും, പകരം അടിക്കും. പക്ഷെ അയാളെ കുറിച്ച് നീ എന്തിനാ അടിച്ചു എന്ന് മറ്റുള്ളവരോട് പറയുന്നത്? അത് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഗീബത്താണ്. ഇങ്ങനെ ഇത്രയും ശുദ്ധമായ മനസ്സുള്ളവരായി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ എവിടെ പ്രശ്നം ഉണ്ടാവുക? നമ്മുടെ നാട്ടിൽ എവിടെ അനൈക്യം ഉണ്ടാവുക? സഹോദരന്മാരോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അത്രയും വലിയ പരിഗണന കാണിക്കണമെന്ന് നമ്മുടെ ഇസ്ലാമിനല്ലാതെ വേറെ ഒരു മതത്തിന് ഇത്രയും നല്ല വിശാലമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗഹൃദത്തെ കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഹദ്ദസ റജുലു ബിഹദീസിൻ, ഒരു മനുഷ്യൻ ഒരു സംസാരം, ഒരു കാര്യം നിന്നോട് പറഞ്ഞു, അയാൾ എന്നിട്ട് പിന്നെ പിന്തിരിഞ്ഞു പോയി. ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് അയാൾ പിന്തിരിഞ്ഞു പോയി. എന്നാൽ ഫഹുവ അമാനത്തുൻ, അത് നിന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്താണ്. നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊരു കാര്യം, ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു യാത്ര പോവാണ്, അപ്പൊ വീടൊക്കെ പൂട്ടിയിട്ട് താക്കോൽ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചത് സൂക്ഷിക്കണം, ഞാൻ വരുന്നവരെ സൂക്ഷിക്കണം. അത് അയാളെ കയ്യിലുള്ള സൂക്ഷിപ്പ് സ്വത്താണ്. അതൊരിക്കലും മറ്റുള്ളവർക്ക് കൈമാറാൻ പാടില്ല. എന്നതുപോലെ ഒരു മനുഷ്യൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ കാര്യം എന്തും ആവട്ടെ, ആ പറഞ്ഞ കാര്യം എന്തും ആവട്ടെ, അത് ഗീബത്ത് പോലും ആവട്ടെ, അത് അമാനത്താണ്. അത് വേറൊരാളോട് പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ നിന്നോട് വന്നിട്ട് ഒരു ഗീബത്ത് പറഞ്ഞു, അത് ആ മനുഷ്യൻ നിന്നിൽ ഏൽപ്പിച്ച ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് ആരെ കുറിച്ചാണോ പറഞ്ഞത് അയാളോട് നീ പോയി പറഞ്ഞു കൊടുത്താൽ ഈ മനുഷ്യൻ ഗീബത്ത് പറഞ്ഞതിനേക്കാളും വലിയ തെറ്റായിരിക്കും. അത് നമീമത്തായി. ഒരു മനുഷ്യൻ കൊണ്ട് ഒരു ഗീബത്ത് പറഞ്ഞു, അതുപോലും മറ്റേയാളോട് പോയി പറയാൻ പാടില്ല, അത് നമീമത്താണ്. അത് ഇതിനേക്കാളും വലിയ തെറ്റാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ലാ യദ്ഖുലുൽ ജന്നത മുഖ്താബുൻ എന്ന് എവിടെയും കാണൂല. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്ന ആൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. അപ്പോ ഗീബത്ത് പറഞ്ഞാൽ പോലും അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല, അത് അമാനത്താണ്. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണ് എത്രത്തോളം സന്തോഷം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ എത്രത്തോളം ഐക്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ മജാലിസു ബിൽ അമാനത്തി,
അമാനത്ത് കൊണ്ടുള്ള മജ്ലിസുകൾ മൂന്നെണ്ണമാണ്, 3 മജ്ലിസുകളാണ്. മജ്ലിസുൻ യുസ്ഫഖു ഫീഹി ദമുൻ ഹറാം വ മജ്ലിസുൻ യുസ്തഹല്ലു ഫീഹി ഫർജുൻ ഹറാം വ മജ്ലിസുൻ യുസ്തഹല്ലു ഫീഹി മാലുൻ മിൻ ഗൈരി ഹല്ലിഹി. തെറ്റ് ചെയ്യുന്ന ഒരു മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തു, തെറ്റ് ചെയ്യുന്ന ഒരു മജ്ലിസിൽ നമ്മൾ സംബന്ധിച്ചു. പിന്നെ ആ തെറ്റിനെ കുറിച്ച് നമ്മൾ നാട്ടുകാർക്കിടയിൽ പാടി നടക്കാൻ പാടില്ല. അത് അമാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്തു, ആ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അല്ലാഹു കൊടുക്കും. അത് നമ്മളിങ്ങനെ കൊട്ടിപ്പാടി നടന്നാൽ, മറ്റുള്ളവരോട് പറഞ്ഞു നടന്നാൽ അത് അതിലും ഗുരുതരമായ വേറെ ഒരു തെറ്റായി മാറും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബുനിയ ലഹു ബൈതുൻ ഫീ റബദിൽ ജന്ന വമൻ തറക്കൽ മിറാഅ ഫഹുവ മുഹിഖുൻ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന. നമ്മൾ മൂന്നാമത്തെ ബാധ്യതയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാവ് കൊണ്ട് നമ്മൾ കാണിക്കേണ്ട ബാധ്യത. അതിൽ കുറച്ച് സംസാരിക്കേണ്ടി വരും, കുറച്ച് സംസാരിക്കാതിരിക്കേണ്ടി വരുന്നതിൽ പെട്ടതാണ്. ഒരാൾ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ അത് നിന്റെ അമാനത്താണ്, അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് നീ കണ്ടു, അതും ഒരു അമാനത്താണ്, അത് നീ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. ഇനി വേറൊന്ന്, നിന്റെ സഹോദരനോട് നീ തർക്കിക്കാൻ പാടില്ല. തർക്കവും നമ്മുടെ നാട്ടിൽ അനൈക്യത്തിന്റെ കാരണമാണ്. ചെറിയ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവും, അത് വലിയ തർക്കമായി പിന്നെ കുടുംബ വഴക്കുകൾ വരെ ആയി മാറുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ചെറിയ 2 വാക്കിൽ ഒരു വാക്ക് തർക്കം വലിയ തർക്കമായി മാറുന്നു, അല്ലേ? സാമ്പാറിൽ എരിവ് കുറഞ്ഞതിന്റെ പേരിൽ മരണ വീട്ടിൽ കൂട്ടത്തല്ല്. സാമ്പാറിൽ എരിവ് കുറഞ്ഞതിന്റെ പേരിൽ മരിച്ച വീട്ടിൽ കൂട്ടത്തല്ല്. നമ്മുടെ ജാതിയല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത് മാത്രം എന്താ അതൊക്കെ? സാമ്പാറിൽ എരിവ് കുറഞ്ഞ മുളക് ഇട്ടാ പോരെ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞ ഉപ്പ് ഇട്ടാ പോരെ? അതിന്റെ പേരിൽ മരിച്ച് ഇറങ്ങിയ ഒരു വീട്ടിൽ അടി. എന്താ കാരണം? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവാരെങ്കിലും. അതാണ് തർക്കമാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തറക്കൽ മിറാഅ ഫഹുവ മുബ്തിലുൻ ബുനിയ ലഹു ബൈതുൻ ഫീ റബദിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. രണ്ടാൾ തർക്കിക്കുകയാണ്. ഒരാളുടെ ഭാഗത്ത് സത്യമല്ല, മറ്റേയാളുടെ ഭാഗത്താണ് സത്യം. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് എന്റെ ഭാഗത്ത് ഏതാ ന്യായമല്ലല്ലോ എന്ന് കരുതി ആരെങ്കിലും തർക്കം ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിന്റെ മുറ്റത്ത് അല്ലാഹു വീട് കൊടുക്കും. ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. ആരെങ്കിലും തർക്കം ഒഴിവാക്കി, തർക്കം എങ്ങനെ ഒഴിവാക്കി? എന്റെ ഭാഗത്ത് ന്യായമല്ല, ന്യായം എന്റെ ഭാഗത്ത് ഇല്ലല്ലോ എന്ന് കരുതി തർക്കം ഒഴിവാക്കിയാൽ തന്നെ അവൻ സ്വർഗത്തിൽ വീടാണ്. അപ്പൊ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും തർക്കം ഒഴിവാക്കിയാലോ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ തർക്കം നമ്മുടെ ഭാഗത്ത് സത്യം ഇല്ലെങ്കിലും നമ്മൾ തർക്കം ഒഴിവാക്കി, നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടായിട്ട് തർക്കം ഒഴിവാക്കിയാലോ അവന് സ്വർഗത്തിലെ ഏറ്റവും വലിയ വീടാണ് കൊടുക്കുന്നത്. കാരണം തർക്കമാണ് നമ്മുടെ നാട്ടിൽ അനൈക്യത്തിന്റെയും അടിപിടിയുടെയും തമ്മിൽ തല്ലിന്റെയും ഒന്നാമത്തെ കാരണം. അത് ഒഴിവാക്കിയ പിന്നെ സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല. അപ്പോ തർക്കം ഒഴിവാക്കുക എന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തദാബറു വലാ തബാഗദു വലാ തഖാതഉ വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. المسلم واخو المسلم لا يظلمه ولا يحرمه ولا يخذله بحسب امرئ من الشر ان يحقر اخاه المسلما. നിങ്ങളെല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. ലാ തബാഗദു, ഒരിക്കലും പരസ്പരം നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം ഒരിക്കലും പിന്തിരിഞ്ഞു കൊണ്ടുപോകരുത്. വലാ തഖാതഉ, നിങ്ങൾ ബന്ധം മുറിക്കരുത്. നിങ്ങളെല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സഹോദരന്മാരായി ജീവിക്കണം. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു ഒരേപോലെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ എല്ലാവരും സഹോദരന്മാരായി ജീവിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബിഹസ്ബി ഇംറിഇൻ മിനശ് ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിമ. ഒരു മുസ്ലിമായ സഹോദരനെ നീ അവനെ ഇടിച്ചു താഴ്ത്തുകയാണെങ്കിൽ, അവന്റെ സ്ഥാനത്ത് നീ ചെറുതായി കാണുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ശർറ് നിനക്ക് വരാനില്ല എന്ന് നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഇനി നാലാമത്തെ കാര്യം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതും നാവ് തന്നെയാണ്. നാവ് സംസാരിക്കുക. നമ്മളിപ്പോ പറഞ്ഞ നാവിനെ ഒഴിവാക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്, സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നാലാമത്തത് സംസാരിക്കുക. അത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു നേരത്തെ. ഒരു മനുഷ്യന് നന്മ ഉണ്ടെങ്കിൽ, ആ മനുഷ്യന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അയാളോട് പറയുക. അയാളെ നമ്മൾ പുകഴ്ത്തുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അയാളൊരു നന്മ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരാളെ സഹായിച്ചിട്ടുണ്ട്, അപ്പൊ നീ സഹായിച്ചത് വളരെ നന്നായി, അത് വളരെ നന്നായി, നീ
നീ ചെയ്ത കാര്യം വളരെ നന്നായി എന്ന് അയാളോട് പറഞ്ഞാൽ അയാൾക്ക് നമ്മളോട് സ്നേഹമാവുകയാണ്. കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. നാലാമത്തെ അൽ അഫ്വു അനി സല്ലാത്തി. സഹോദരനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും ഒരു അക്രമം നമുക്ക് നേരിട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അതിന് പകരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അപ്പൊ അവനിൽ നിന്ന് എന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു പെരുമാറ്റം അവനിൽ നിന്നുണ്ടായി, എന്നാൽ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അതുപോലെ പകരം എനിക്ക് പകരം വീട്ടണം എന്ന വാശി ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഒരാളും കൂടെ അക്രമം ചെയ്ത അയാള് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ പിന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇയാൾ തിരിച്ചങ്ങോട്ട് പകരം വീട്ടുമ്പോ അയാൾ അതിന്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പകരം വീട്ടണം. അപ്പൊ ഇവിടുന്ന് 4 ഇരട്ടി അങ്ങോട്ട് പകരം വീട്ടുക. അങ്ങനെ ആ കുടുംബം തന്നെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. നാട് മുഴുവൻ 2 ഭാഗമായി മാറുകയാണ്. ഒരുപാട് നമ്മൾ കാണുന്നതാണ്. ഒരു കൊലപാതകത്തിന് പകരമായി ഇരട്ട കൊലപാതകം. അതെങ്ങനെ? കുടുംബങ്ങൾ തമ്മിൽ കൊല്ലപ്പെട്ട കുടുംബം അവര് കൊന്ന ആളുടെ കുടുംബത്തിലുള്ള 2 ആളുകളെ കൊല്ലും. സ്വാഭാവികമാണ്. അപ്പൊ പിന്നെ 2 ആളുകൾ കൊല്ലപ്പെട്ട ആ കുടുംബത്തിലുള്ള ആളുകൾ ചുരുങ്ങിയത് 3 ആളെ അല്ലെങ്കിൽ 4-5 ആളുകൾ കൊല്ലും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റം സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിളിച്ചു ചോദിക്കും, എവിടെ ദേശം അടക്കി പിടിച്ചവരെവിടെ? വൽ കാലിമീനൽ